ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതൃത്വവും അഭയവും അവലംബവുമായ ശൈഖുന മുർഷിദുന ശൈഖ് സയ്യിദ് യഹ്യ ബുഖാരി ഹഫിളഹുല്ലാഹ് അല്ലാഹു ശൈഖ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കാലം ആ തണൽ അള്ളാഹു നമുക്ക് നീട്ടിയിട്ട് തരുമാറാവട്ടെ. അതുപോലെ വേദിയിലുള്ള മറ്റു ആലിമീങ്ങൾ, സാദാത്തുക്കൾ, മുഹിബ്ബീങ്ങൾ, സഹോദര സഹോദരിമാർ, മുതഅല്ലിമീങ്ങൾ, പിഞ്ചുമക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരുപാട് സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളും ആത്മാർത്ഥമായി ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസിനെ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. നമുക്ക് ആയുസ്സുള്ള കാലത്തോളം ഈ മടവൂർ കോട്ടയിൽ നടക്കുന്ന മുഴുവൻ ആത്മീയ മജ്ലിസുകളിലും സംബന്ധിക്കുവാൻ, നമുക്ക് ശേഷം നമ്മുടെ പിൻഗാമികളായ നമ്മുടെ പിന്തലമുറക്കാരായ സന്താനങ്ങൾ അവരും ഈ മടവൂർ കോട്ടയുടെ വക്താക്കളായി അങ്ങനെ ഈ കോട്ടയുമായി ബന്ധപ്പെട്ട് സ്വർഗം വരെ അള്ളാഹു നമ്മുടെ ബന്ധം നിലനിർത്തി തരുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ സാന്നിധ്യത്തിൽ ഇവിടെ സംഗമിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. എന്തുകൊണ്ടും വളരെ മഹത്തായ ഒരു മജ്ലിസിലാണ് നാം എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ അമരക്കാരനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുത്തബിഉസ് സുന്ന, സുന്നത്തിനെ അതേപടി ജീവിതത്തിൽ പകർത്തിയ മഹാൻ എന്ന അപരനാമത്തിൽ വിശ്രുതനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, മോനെ അബ്ദുല്ലാഹ്, ഇദാ മറർതും ബിരിയാദിൽ ജന്നതി ഫിൽ അർദ്, ഭൂമിയിലുള്ള സ്വർഗ്ഗത്തോപ്പിന്റെ സമീപത്തുകൂടി നീ നടന്നു പോകുമ്പോൾ ഫർതഉ ഫീഹ, അവിടെ ഒന്ന് കയറി അതിൽ മേയാൻ, അതിൽ ആനന്ദം കൊള്ളാൻ നീ ശ്രമിക്കണമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, മർരിയാലുൽ ജന്നത്തി ഫിൽ അർളി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിയിലുള്ള സ്വർഗ്ഗത്തോപ്പ് ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിലകു ദിക്ർ, ദിക്ർ ഹൽക, ദിക്റിന്റെ മജ്ലിസ്. നമുക്കെന്തെങ്കിലും ഭൗതികമായ തിരക്കുകളില്ലാത്തത് കൊണ്ടോ, വിശ്രമിക്കാൻ പാർപ്പിടമില്ലാത്തത് കൊണ്ടോ, വീട്ടിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് സല്ലപിക്കാൻ സൗകര്യമുള്ള സൗഹാർദ്ദമില്ലാത്തതിന്റെ പേരിലൊന്നുമല്ല ഇവിടെ സംഗമിച്ചിരിക്കുന്നത്, മറിച്ച് ദിക്ർ, അതും ഒരു ആത്മീയ ഗുരുവിന്റെ നേതൃത്വത്തിലുള്ള ദിക്ർ. അതിൽ പങ്കെടുത്താൽ നമുക്ക് ആത്മീയമായ പുരോഗതിയും ആത്മീയമായ പരിവർത്തനവും ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നാം ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഭൂമിയിലുള്ള സ്വർഗ്ഗത്തോപ്പായി അള്ളാഹു ഈ മജ്ലിസിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ എന്നോട് ഉണർത്താൻ വേണ്ടി നിർദ്ദേശിച്ച വിഷയം അമലുകളിലൂടെ വിജയിക്കുക എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെക്കുറിച്ച് പറയുന്നിടങ്ങളിലൊക്കെ
സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആഹ്വാനം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ ഇവിടെ ഓതി വെച്ച ആയത്ത് നാമൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രാധാന്യത്തോടുകൂടി ഓതൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. വെറും വിശ്വാസമുള്ളത് കൊണ്ട് കാര്യമില്ല, വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മം വേണം, സുകൃതങ്ങൾ വേണം. അങ്ങനെ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ഒരു വിഭാഗം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. സ്വർഗം കൊതിക്കാത്ത ഒരാളുണ്ടാവില്ല, സ്വർഗം ആഗ്രഹിക്കാത്ത ആരുണ്ടാവില്ല. നാം ഒക്കെ ലക്ഷ്യം വെക്കുന്നത് സ്വർഗം തന്നെയാണ്. അള്ളാഹു നമ്മളൊക്കെ സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. ആ സ്വർഗത്തിലുള്ള സൽക്കാരം, ആ സ്വർഗത്തിലുള്ള സദ്യ, ആ സ്വർഗത്തിൽ പാർട്ടി ഒരുക്കിയിരിക്കുന്നത് വിശ്വസിച്ചവർക്കും അതോടൊപ്പം സൽക്കർമ്മം ചെയ്തവർക്കുമാണെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ. അതൊക്കെ ഇന്ന് അന്യമായി വരികയാണ്. ആർക്കും അറിയില്ല, എല്ലാം ഔട്ട് ഓഫ് ഫാഷൻ. ആ പഴമയൊക്കെ നമുക്കറിയണമെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ ശൈഖുമാരെ മുറുകെ പിടിക്കേണ്ടി വരുന്നത്. എന്നാൽ നമുക്ക് പഴമയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. ഞാനിവിടെ തുടക്കത്തിൽ ഓതിയ മഹാന്മാരുടെ ഒരു വാചകം, മാ വസല മൻ വസല ഇല്ലാ ബിസുഹ്ബതി മൻ വസല. ഉന്നതമായ സ്ഥാനം കൈവരിച്ച ആരൊക്കെയുണ്ടോ അവരൊക്കെ ഉന്നതമായ സ്ഥാനം കൈവരിച്ചവരെ മുറുകെ പിടിച്ചിട്ടല്ലാതെ, അവരോടുള്ള ബന്ധം സ്ഥാപിച്ചിട്ടല്ലാതെ ആരും സ്വയം ഇങ്ങനെ വിശ്വസിച്ച് സ്വയം സൽക്കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ ആരും ഉയർന്നിട്ടില്ല. ഉയർന്നവരൊക്കെ മഹാന്മാരായ മശായിഖന്മാരെ മുറുകെ പിടിച്ചിട്ടാണ് ഉയർന്നത് എന്ന് നമ്മുടെ സച്ചരിതരായ പൂർവീകരായ മഹാരഥന്മാരെ നമ്മെ പഠിപ്പിക്കുമ്പോ അത് നമുക്ക് അത്യാവശ്യം. من لا شيخ له الشيطان شيخ. ഷെയ്ഖില്ലാത്തവന്റെ, ആത്മീയ ഗുരുവില്ലാത്തവന്റെ ഗുരു അത് പിശാചായിരിക്കും. അത് ഹദീസാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് മഹാന്മാരുടെ, ഒരുപാട് മഹാന്മാരുടെ ഒരു പരിശുദ്ധ വാചകമാണ്, അർത്ഥവത്തായ വാക്യമാണ്. നമ്മളെ ആത്മീയമായി നിയന്ത്രിക്കാൻ ഒരു ഷെയ്ഖില്ല എങ്കിൽ നമ്മളെ പിശാചായിരിക്കും നിയന്ത്രിക്കുക. നമ്മൾ സന്മാർഗത്തിൽ നിന്നും ദുർമാർഗത്തിലേക്ക് അല്ലെങ്കിൽ അധർമ്മത്തിലേക്ക് നാം അറിയാതെ പിശാച് നമ്മളെ കൊണ്ടെത്തിക്കും. അല്ലാഹു പിശാചിന്റെ ഷറിൽ നിന്ന് മശായിഖന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കാവൽ നിൽക്കുമാറാവട്ടെ. മറിച്ച് നമുക്കൊരു ഗുരുവുണ്ടോ, നമ്മൾ എവിടെയും വൈദഗ്ധ്യമില്ല. നമ്മൾ എത്ര മോശപ്പെട്ടവരാണെങ്കിലും എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാനെന്ന് ചെന്നവർ. ബിൽ ഖുതുബിർ റബ്ബാനി ബിൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി അഫാതിയ അല്ലാഹ്. നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ബിൽ ഖുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി അഫാതിയ അല്ലാഹ്. നമ്മളൊരു ഗുരുവിനെ മുറുകെ പിടിക്കുമ്പോൾ അവർ കാരണമായി സ്വർഗം പ്രാപിക്കാൻ നമുക്ക് കഴിയും. ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മം അത് നമുക്ക് വേണം. നമുക്കൊക്കെ സുപരിചിതമായ ശുദ്ധമായ ഖുർആനിലെ ചെറിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സൂറത്താണ് സൂറത്തുൽ അസ്ർ. വൽ അസ്ർ കാലഘട്ടത്തെ തന്നെയാണ് ഇതിന്റെ വിശദീകരണം. ആ വൽ അസ്ർ എന്നുള്ള ഒറ്റ ആയത്തിന്റെ വിശദീകരണം ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദ് അവറുകൾ മണിക്കൂറുകളോളം എന്നെ ഒറ്റക്കിരുത്തി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അതാണ് ഒരു ശൈഖിന്റെ ആവശ്യവും അനിവാര്യവും. അവിടെയാണ് അത് പ്രസക്തമാവുന്നത്. എന്താണ് ശൈഖ്, എന്താ മഹാന്മാര്, അതിനെ കുറിച്ചൊന്നും അറിയാത്തവര്, വെറും ബാഹ്യമായി മാത്രം വിലയിരുത്താനും നിരീക്ഷിക്കാനും സാധിക്കുന്നവർക്ക് അതിനൊന്നും ഭാഗ്യം ലഭിച്ചില്ല. അള്ളാഹു അത്തരക്കാരെ തൊട്ട് നമ്മളൊക്കെ കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ഒരിക്കലും ഒന്നിന്റെയും ബാഹ്യരൂപങ്ങൾ മാത്രം മനസ്സിലാക്കി വിമർശിക്കുന്നവരായി മാറാൻ പാടില്ല. നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു പരിചയവുമില്ലാതെ, ഒരു വട്ടം പോലും നേരിൽ കാണാതെ, സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രഭാഷണത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു ക്ലിപ്പിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളങ്ങോട്ട് കള്ളനാക്കുക, ഒരാളങ്ങോട്ട് എതിർക്കുക, ഇതൊക്കെ നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന, നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വലിയ ദുരന്തമാണെന്ന് ഈ മഹത്തായ മജ്ലിസിനെ സാക്ഷ്യപ്പെടുത്തി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. മഹാന്മാരെ മുറുകെ പിടിച്ച് മഹാന്മാരിലൂടെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. പക്ഷേ ഇതൊന്നൊരു പുത്തരിയല്ലേ. ഇവിടെ ഇപ്പം നമ്മള് നടത്തുന്ന മജ്ലിസ് ബഹുമാനപ്പെട്ട ഖുതുബുൽ ഔലിയാ അബുൽ ഹസൻ അശ്ശാദുലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വറളിയല്ലാഹു അൻഹു മഹാനവരുടെ കാലഘട്ടത്തിൽ ഇതൊന്നും നമ്മളുടെ മശായിഖന്മാർ ഇപ്പം നേരിടുന്ന ഒരു വിമർശനമല്ല. വലിയ വലിയ തലയെടുപ്പുള്ള ഉലമാക്കളിൽ നിന്നും ബഹുമാനപ്പെട്ട ഖുതുബുൽ ഔലിയാ അബുൽ ഹസൻ അലി അശ്ശാദുലി റളിയല്ലാഹു അൻഹു വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വലിയ വലിയ മഹാന്മാർ, അതൊക്കെ സ്വാഭാവികമാണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞവർക്ക് കഴിഞ്ഞു, അവര് വിജയിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വൽ അസ്ർ എന്ന ഒറ്റ ഒരു ആയത്തിന്റെ, ഖുർആനിന്റെ ഒരു ശകലത്തിന്റെ തഫ്സീർ മണിക്കൂറുകളോളം ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ട് ഇവിടെ ഞാൻ വിശദീകരിക്കാൻ തുനിയുകയാണെങ്കിൽ നമ്മുടെ മജ്ലിസ് വളരെ ദൈർഘ്യമേറുമെന്ന ഭയം കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് മശായിഖന്മാരിൽ നിന്ന് ഒരുപാട് കാര്യം പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഇപ്പം അതിന്റെ ബാഹ്യാർത്ഥം മാത്രം ഞാൻ പറയാണ്. വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാർ സകല മനുഷ്യന്മാരും പരാജയത്തിൽ. എല്ലാ മനുഷ്യന്മാരുടെ കാര്യവും കഷ്ടമാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. വെറും വിശ്വാസികൾ ഒഴികെ എന്നല്ല പറഞ്ഞത്. വിശ്വാസം കൊണ്ട് മാത്രം കഷ്ടതയിൽ നിന്നും പരാജയത്തിൽ നിന്നും സുരക്ഷിതരാവാൻ നമുക്ക് സാധ്യമല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മറിച്ച് പരാജിതരായ, പരാജയത്തിൽ അകപ്പെട്ടുപോയ വിശ്വാസികളിൽ നിന്നും സുരക്ഷ ആഗ്രഹിക്കുന്നവർ ആ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മം കൂടി വേണം. അതാണ് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. പരസ്പരം സത്യം കൊണ്ടും പരസ്പരം തഖ്വ കൊണ്ടും വസിയത്ത് ചെയ്തവരും ഒഴികെ ബാക്കി എല്ലാവരുടെയും കാര്യം കഷ്ടമായതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മം ചെയ്യുന്നവരായി മാറണം. നമ്മുടെ മഹാന്മാരായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബത്തുൽ കിറാം, നമ്മുടെ മശായിഖന്മാരുടെ ഒക്കെ ആ സിൽസില അൽഹംദുലില്ലാഹ് നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ അവസാനം ചെന്നെത്തുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ. ആ മുത്തുനബിയും ഉയർന്നത് അവിടുത്തെ ശൈഖായ ജിബ്രീൽ. അങ്ങനെ അല്ലാഹുവിലേക്ക് എത്താൻ സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു ദിവ്യ സന്ദേശം അറിയിക്കാൻ, ഒരു വഹി അറിയിക്കാൻ അള്ളാഹ്ക്ക് സ്വയം തന്നെ കഴിയും. പിന്നെ തന്നെ അവിടെ ഒരു ജിബ്രീൽ എന്ന വസീല നമ്മളെ പഠിപ്പിക്കുകയാണ്. റബ്ബിലേക്കൊരു മധ്യവർത്തിയില്ലാതെ, ഒരു ശൈഖ് ഇല്ലാതെ, ഒരു മാധ്യമമില്ലാതെ എത്തിപ്പെടാനുള്ള വ്യാമോഹം അത് കുരുത്തക്കേട്, അപകട നടക്കൂല എന്ന് നമ്മളെ പഠിപ്പിക്കുക. അപ്പോ നമ്മുടെ മുൻഗാമികളായ സഹാബത്തുൽ കിറാം, താബിഊകൾ അവരൊക്കെ സൽക്കർമ്മങ്ങളിലൂടെ, സുകൃതങ്ങളിലൂടെ വിജയം കൈവരിച്ചവരാണ്.
ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ തുടക്കം കുറിച്ചതാ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന പള്ളി ദർസിന്റെ ഒക്കെ തുടക്കം മദീന പള്ളിയിൽ നിന്ന്. ആ പള്ളിയുടെ ഒരു ചെരുവിൽ, പള്ളിന്റെ ചെരുവ് എന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ സൈഡ്, അതിനാണ് അറബിയിൽ സുഫ എന്ന് പറയാ. ആ പള്ളിയുടെ സൈഡിൽ ഇരുന്ന് പഠിച്ച സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ലീഡറായിട്ടുള്ള സഹാബത്തുൽ കിറാമിന അഹ്ലുസ് സുഫ എന്ന് പറയുന്നു. ആ അഹ്ലുസ് സുഫയുടെ ലീഡറായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുത്തെ കയ്യിൽ സുബ്ഹാനല്ലാഹ് 33ന്റെ തസ്ബീഹ് മാലയല്ല, 100ന്റെ മാലയല്ല, 12,000ന്റെ തസ്ബീഹ് മാലയായിരുന്നു സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യില്. എന്നിട്ടോ വെറുതെ ഷോക്ക് വേണ്ടിയ തസ്ബീഹ് മാലയും പിടിച്ചു നടക്കുകയല്ല സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ദിവസവും 12,000 തസ്ബീഹ് ചൊല്ലും സയ്യിദുനാ അബൂ ഹുറൈറ. 12,000 തസ്ബീഹ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനാ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള സഹവാസം, അതിനേക്കാളും വലിയ സൽക്കർമ്മം പിന്നെന്താ ഉള്ളത്? എന്നിട്ടും മതിവരാതെ ദിവസവും 12,000 തസ്ബീഹ് ചൊല്ലുന്നു. എന്നിട്ടും യാതൊരു പ്രതീക്ഷയും ഇല്ല ജീവിതത്തിന്റെ വിഷയത്തിൽ, ആഖിറ വിജയത്തിന്റെ വിഷയത്തിൽ. എന്തിനാ അബൂ ഹുറൈറ നീ ദിവസവും 12,000 തസ്ബീഹ് ചൊല്ലുന്നത് എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി എന്താണെന്ന് അറിയുമോ എന്റെ മുഹിബ്ബീങ്ങളെ? ഉസബ്ബിഹു ഖദ്റ ദംബി, ഞാൻ ചെയ്തു പോയ തെറ്റുകളുടെ എണ്ണം അനുസരിച്ച ഞാൻ തസ്ബീഹ് ചൊല്ലുന്നതെന്ന് സയ്യിദുനാ അബൂ ഹുറൈറ. ഇത് കേൾക്കുന്ന എന്റെ വിശ്വാസി മാനസങ്ങൾ, സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തെറ്റിന്റെ കൂമ്പാരത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചു പോവരുത്. വിനയത്തിന്റെ സംസാരമാണത്. അല്ലാഹുവിന് എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് നന്ദിയാവുകയില്ല. എന്ത് ചെയ്താലും മതി വരില്ല, എന്ത് ചെയ്താലും പൂർണ്ണമാവില്ല. ഞാൻ വീഴ്ച വരുത്തുന്നവനാണെന്ന ചിന്ത. അങ്ങനെ തസ്ബീഹ് ചൊല്ലുകയാണ്. തസ്ബീഹ് 12,000 തസ്ബീഹ് പോരാ, 1000 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമായിരുന്നു സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതാണ് സൽക്കർമ്മം. നിസ്കാരത്തെക്കാൾ വലിയ സൽക്കർമ്മം ഏതാണ്? ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദ് യഹ്യൽ ബുഖാരി ഹഫിളഹുല്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവിടുന്ന് എപ്പോഴും സംസാരിക്കുമ്പോൾ എന്നെ വല്ലാതെ ആകർഷിപ്പിക്കുന്ന, എന്നെ വല്ലാതെ ഹഠാതാകർഷിച്ച ഒരു കാര്യമുണ്ട്. നിസ്കാരത്തിനെ കുറിച്ചുള്ള പരാമർശമില്ലാത്ത ഒരു സംസാരവും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുമായി ബന്ധമുള്ളവർക്ക് അറിയാം. സംസ്കാരത്തെ കുറിച്ച് പോയും അല്ലേ, അഫ്ളലുൽ അഅ്മാൽ ബദനിയ, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം. അതിങ്ങനെ ഇടയ്ക്കിടെ മുരീദുമാരായ നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ 1000 റക്അത്ത് ദിവസവും സുന്നത്ത് നിസ്കാരം. എന്ത് സുന്നത്ത് നിസ്കാരം? മുത്ലഖൻ സുന്നത്ത് നിസ്കാരം. ളുഹറിന് മുമ്പുള്ള 4ഉം ശേഷമുള്ള 4ഉം, തസ്ബീഹ് 4, തഹജ്ജുദ് വേറെ, വിത്ർ 11, ളുഹ 8 അല്ലെങ്കിൽ 12, അതൊന്നും കൂടാതെ, പള്ളിയിൽ കയറുമ്പോഴുള്ള തഹിയ്യത്തൊന്നും കൂടാതെ വെറുതെ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു, അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു. അങ്ങനെ സൽക്കർമ്മം ചെയ്തു സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നിട്ടും ആ സയ്യിദുനാ അബൂ ഹുറൈറ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ തർളിയത്ത് ചൊല്ലി വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്ത് ആയി ആ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടി കരയുകയാ. മരണാസന്നനായി മരണത്തെ അഭിമുഖീകരിച്ച്
ആ മരണത്തിന്റെ വെപ്രാളത്തിൽ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുന്നു. ദിവസവും 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാൻ, 12000 തസ്ബീഹ് ചൊല്ലുന്ന മഹാൻ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാൻ. എന്താണ് അവിടുന്ന് മരണസമയത്ത്, മരണാസന്നനായി കിടക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നതെന്നറിയുമോ? എൻ്റെ വിശ്വാസി മനസ്സങ്ങളെ, എൻ്റെ മുഹിബ്ബീങ്ങളെ, സഫരി തവീൽ വസാദി ഖലീൽ, സഫരി തവീൽ വസാദി ഖലീൽ. ഞാൻ ദീർഘമായ മടക്കമില്ലാത്ത, ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യമല്ലാത്ത ഒരു യാത്രക്ക് വേണ്ടിയാണ് ഞാൻ തയ്യാറെടുക്കുന്നത്. പക്ഷേ സാദി ഖലീൽ, എന്റെ കയ്യിൽ വിഭവങ്ങൾ കുറവാ, എന്റെ കയ്യിൽ ഒന്നുമില്ല. അള്ളാഹുവിന്റെ മുന്നിൽ അഭിമാനം പറയാൻ, അഭിമാനം കൊള്ളാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ സുരക്ഷിതരാവാൻ എന്റെ കയ്യിൽ വിഭവങ്ങൾ കുറവാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തു സൽക്കർമ്മമായി ഇതുപോലെ നമുക്ക് എണ്ണി പറയാനുള്ളത്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും 1000 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും 12000 തസ്ബീഹ് ചൊല്ലാൻ, ഒരു ദിവസം 12000 തസ്ബീഹ് ചൊല്ലാൻ നമുക്ക് പലർക്കും സാധിച്ചിട്ടുണ്ടോ? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ടിട്ടല്ല, സ്വപ്നത്തിലെങ്കിലും ഒരു വട്ടം കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നേരിട്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അവിടുത്തെ സുഹബത്ത് ലഭിക്കുകയും അവിടുത്തെ ശിഷ്യന്മാരിൽ പ്രധാനിയാവാനൊക്കെ സൗഭാഗ്യം ലഭിച്ചിട്ടും അതിലൊന്നും ആനന്ദമടയാതെ, അതിലൊന്നും ആഹ്ലാദിക്കാതെ അവലാദിപ്പെടുകയാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എങ്ങനെ അവലാദിപ്പെടാതിരിക്കും? എന്താ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലൻ തൻജുവ അഹദും ബിഅമലിക്കും, നിങ്ങളിൽ നിന്നും ഒരാളും നിങ്ങളുടെ അമല് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അമല് ചെയ്താൽ തന്നെ അമല് കൊണ്ട് രക്ഷപ്പെടുമെന്ന് ഉറപ്പ് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങും രാത്രിയിൽ ഉറക്കമൊഴിച്ച് കാലുകൾ നീറുകെട്ടി വീർക്കുന്ന അതിലും അപ്പുറം അങ്ങ് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നുണ്ടല്ലോ, കരഞ്ഞുകൊണ്ടങ്ങ് രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, യതീം മക്കൾക്ക് അനാഥകൾക്ക് അങ്ങത്താണിയാവുന്നുണ്ടല്ലോ, നിരാലംബർക്കും നിരാശ്രയർക്കും അങ്ങത്താണിയാവുന്നുണ്ടല്ലോ. എത്രയെത്ര സുഹൃത്തങ്ങളും സൽക്കർമ്മങ്ങളാ അങ്ങ് ചെയ്യുന്നത്. അങ്ങും അങ്ങയുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ആ സമയത്തതാ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ 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 അനാ, ഞാനും എന്റെ അമല് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹു അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ, അല്ലാഹു അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എനിക്കും എന്റെ അമല് കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് സയ്യിദുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ മുറുകെ പിടിക്കുന്നവരാവണം. ബഹുമാനപ്പെട്ട
ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ഞാൻ സൂചിപ്പിച്ചല്ലോ, സഹാബികൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണാനും വിശ്വസിക്കാനും അവിടുത്തെ സമ്പർക്കത്തിനും സൗഹാർദ്ദത്തിനും ഒക്കെ സുഹബത്തിന് ഭാഗ്യം ലഭിച്ചു. എന്നിട്ടും അവർക്ക് പ്രതീക്ഷയില്ല. അബൂബക്കറും ഫിൽ ജന്ന എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയായിരുന്നു, യാ ലൈതനി കുന്തു തുറാബ, ഞാൻ ഒരു മൺതരിയായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹിസാബിൽ നിന്ന്, അല്ലാഹുവിന്റെ ആ ഗൗരവമേറിയ വിചാരണയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാവുന്നതായിരുന്നു. അങ്ങനെ പേടിച്ചു. പക്ഷേ ജീവിതത്തിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ഒരു വട്ടമെങ്കിലും കാണാൻ നമുക്ക് സാധിക്കും. ഷാദുലി ഹളറയുടെ ഷാദുലി മജ്ലിസിന്റെ ഒരു പവറത അത് പറയാനാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സൗഭാഗ്യം ലഭിക്കാത്തവന്റെ ഈമാനിന്റെ കാര്യം കഷ്ടമാണെന്നും സൂഫി ചക്രവാളത്തിലെ കത്തിജ്വലിക്കുന്ന സൂര്യതേജസ് ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഷാദുലി മജ്ലിസിൽ പങ്കെടുത്താലുള്ള ഗുണം എന്താണെന്നാണ്, ഷാദുലി ത്വരീഖത്ത് സ്വീകരിച്ചാലുള്ള ഗുണം എന്താണെന്നാണ്, ഷാദുലി ഇഖ്വാനികളായാലുള്ള ഗുണം എന്താണെന്നറിയോ? ആരാ? നമ്മുടെ ശൈഖ് ഖുതുബുൽ ഔലിയ അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു ആരാണെന്നറിയോ? അവിടുന്ന് ഒരു വാക്കും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം ഇല്ലാതെ സംസാരിക്കാറില്ല. അവിടുന്ന് ഒരു പ്രവർത്തനവും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർഡർ ഇല്ലാതെ പ്രവർത്തിക്കാറില്ല. ما غاب رسول الله صلى الله عليه وسلم عن نفسي, എന്നെ തൊട്ട് ഒരു നിമിഷമെങ്കിലും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദൃശ്യമാവുകയാണെങ്കിൽ മഅദത്തു മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് ഞാൻ വിശ്വസിക്കൂല എന്ന് നമ്മുടെ ശൈഖുൽ മശായിഖ് ഖുതുബുൽ ഔലിയ അബുൽ ഹസൻ അലി അശ്ശാദുലി റളിയല്ലാഹു അൻഹു സദാ സമയവും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള സമ്പർക്കം. ഷാദുലി ഇഖ്വാനികൾ ആത്മാർത്ഥമായി വളരെ ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ ശൈഖിനെ ബൈഅത്ത് ചെയ്ത് ഷാദുലി ത്വരീഖ് സ്വീകരിച്ച് അതിന്റെ ആ ത്വരീഖിൽ മശായിഖന്മാരുടെ റൂട്ടിൽ അടിയുറച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് നമുക്കുണ്ടാവും. അതിലൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. അതാണ് ഷാദുലി ഹളറയുടെ പ്രത്യേകത. ഹിസ്ബുൽ ബഹർ കേൾക്കാത്ത ഒരു ഷാദുലി ഇഖ്വാനികൾ എൻ്റെ മുന്നിൽ ഉണ്ടാവില്ല. ഹിസ്ബുൽ ബഹർ വഫാത്തിന്റെ തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട ഖുതുബുൽ ഔലിയ ശൈഖുൽ മശായിഖ് അബുൽ ഹസൻ അലി അശ്ശാദുലി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് വസിയത്ത് ചെയ്യാ, മക്കളെ ഹിസ്ബുൽ ബഹർ നിങ്ങൾ മുറുകെ പിടിച്ചോ. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയോ? തലഖൈതുഹു മിൻ ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹർഫൻ ഹർഫാ, അതിന്റെ ഓരോ അക്ഷരങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. അതിലൊന്നും ഞാൻ എൻ്റെ വക ചേർത്തിട്ടില്ല. അല്ലാഹുമ്മ യാ അലിയു യാ അലീമു യാ അലീമു യാ അലീമു അൻത റബ്ബി വ ഇൽമുക ഹസ്ബി വനിഅമർ റബ്ബു റബ്ബി വനിഅമൽ ഹസ്ബു ഹസ്ബി തൻസുറു മൻ തശാ. ദിവസം ഒരു വട്ടമെങ്കിലും ചെല്ലാൻ നാം സന്നദ്ധരാണെങ്കിൽ ഒരു പിശാചിന്റെ ബാധയും നമുക്ക് കേൾക്കില്ല. ഒരു സിഹ്ർ കൊണ്ട് നമ്മളെ തളർത്താൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം റഈസുൽ സാഹിദീൻ ശൈഖുൽ മശായിഖ് ശൈഖുൽ മശാരിഖി വൽ മഗാരിബ് സിയ മുഹമ്മദ് അബൂബക്കർ വലില്ലാഹിൽ മദബൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അലിഫ് ലാം മീം മിന്റെ പൊരുളിൽ ദോഷിയായ ഞങ്ങളെ
അലിഫോടടുത്ത ശൈഖുനാന്റെ കവലേഗ് റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇടുക്കമേറും ഖബറിൽ ഞങ്ങളെ അടക്കി മൂടും നാളിലെ ശൈഖുനാ മടവൂരിനാലെ കാവലേഗ് റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മാലികുൽ മുൽക്കായ റബ്ബ് വിധി പറയും നാളിലെ ഖുതുബുൽ ആലം ഖുതുബുൽ ആലം ഖുതുബുൽ ആലം ശൈഖുനാന്റെ കവലേഗ് റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഹസിബായ അമലുകൾ തൂക്കം പിടിച്ച് വിധി പറയും നാളിലെ ഹസീബായ ശൈഖുനാന്റെ കവലേഗ് റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം റഈസുൽ സാഹിദീൻ ശൈഖുൽ മശായിഖ് ശൈഖുൽ മശാരിഖി വൽ മഗാരിബ് സിയ മുഹമ്മദ് അബൂബക്കർ വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച മഹാന്റെ സവിധത്തിൽ നമ്മൾ ഇരിക്കുമ്പോ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകളോട് ആസിയം വലിയുള്ളാഹിയ ജീവിതത്തിൽ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത എൻ്റെ സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എന്തൊരു ഭാഗ്യമാ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ പൊരുത്തവും എല്ലാ ആശീർവാദവും എല്ലാ അനുഗ്രഹവും ഏതുവരെ അവിടുത്തെ ഇൽമു പോലും അത് ഓതിപ്പടിച്ചിട്ടുള്ള ഇൽമല്ല, മശായിഖന്മാരുടെ പൊരുത്തം കൊണ്ട് അല്ലാഹുവിൽ നിന്നും ലഭിക്കുന്ന ലദുന്യായ ഇൽമാ. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഒക്കെ ഹൃദയം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ആ ഖുതുബുൽ ആലം ഞാൻ അവസാനിപ്പിക്കുക. അവിടുത്തെ മുരീദുമാരുടെ പലരെയും നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിച്ചപ്പം അവര് പറയും, ഹിസ്ബുൽ ബഹർ അസ്റിനു ശേഷം പതിവാക്കാൻ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നിർദ്ദേശിക്കാറുണ്ടായിരുന്നുവത്രേ. ആയതുകൊണ്ട് എൻ്റെ ഷാദുലി ഇഖ്വാനികളോട് എനിക്ക് പറയാനുള്ളത്, ഹിസ്ബുൽ ബഹറും ഹിസ്ബുൻ നസ്റും ഒക്കെ മുറുകെ പിടിക്കുന്നവരായി മാറണം നമ്മൾ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പോ ഷാദുലി ഹളറ കൊണ്ട് ഷാദുലി മജ്ലിസ് കൊണ്ടുള്ളൊരു ഗുണം നമുക്ക്
ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള കണക്ഷൻ ഉണ്ട്. നാളെ ഖബറിൽ നമ്മളൊക്കെ കൊണ്ടുപോയി വെക്കുമ്പോ മലക്കുകൾ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു, ഇദ്ദേഹത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോ ദുനിയാവിൽ ഇങ്ങനെ മശായിഖന്മാരെയും യഥാർത്ഥ ഹഖായ തരീഖത്തുകളെയും അതിന്റെ അഹ്ലുകാരെയൊക്കെ വിമർശിച്ച് നടന്നവര്, അതുപോലെ തന്നെ ബിദ്അത്തിന്റെ ആൾക്കാർ, അവരൊക്കെ പറയും എനിക്കറിയില്ല, ആരാന്നറിയില്ല. ആ സമയത്ത് നമ്മളെ പോലെ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ, മശായിഖന്മാരെ മുറുകെ പിടിച്ച് മഹാന്മാരിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നേറുന്ന നമുക്ക് നാളെ ഖബറിൽ ആ മഹൽ വ്യക്തിത്വത്തെ കൊണ്ടുവന്ന് എന്ന് ചോദിക്കുമ്പോൾ ഈ വ്യക്തിയെ കുറിച്ച് വാട്ട് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ദിസ് പേഴ്സൺ, ഈ വ്യക്തിയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോ ഹദാ ഹബീബുല്ലാഹ് വഹദാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് സധൈര്യം ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്ത് മുഅ്മിനീങ്ങളെ ഒരു വട്ടമെങ്കിലും ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ സാധിക്കണ്ടേ. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മശായിഖന്മാരൊക്കെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും കാണാനും അവരോട് ഈ ഭൗതികമായ ലോകത്ത് സാധിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നടന്നു പോകുമ്പോൾ തഖദ്ദം യാ ജിബ്രീൽ, അല്ലേ, ജിബ്രീലിന്റെ മുമ്പിലടക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ നമ്മൾ പറയാം? അതാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാ? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, മുഹ്യിദ്ദീൻ മാലയൊക്കെ പിൻവലിക്കുന്ന ഒരു അവസ്ഥ വിദൂരമല്ലാത്ത ഭാവിയിൽ വരും. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ഭൂമിയെ എന്നല്ല ഈ അണ്ടകടാഹം മുഴുവനും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. അപ്പൊ ഖുതുബുൽ ആലമിനും സിയം വലിയുള്ളാഹിക്ക് മുമ്പ് ആരാ നിയന്ത്രിച്ചേന്ന് ചിലര് ചോദിക്കൂലേ? അപ്പം മുഹ്യിദ്ദീൻ മാലയിലോ ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചൂമടെന്നോവർ, ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അപ്പോൾ തങ്ങളിലൊക്കെ കാലഘട്ടം ഹിജ്റ 400 ശേഷം. എന്നിട്ട് പറയാ ഭൂമി മുഴുവനും അല്ലേ ഒരു ഉണ്ട പോലെ എന്റെ കയ്യിൽ, അതൊക്കെ ഇങ്ങനെ നിഷ്പ്രയാസം ഞാനാ നിയന്ത്രിക്കുന്നത്, അതൊക്കെ ഞാൻ ഇങ്ങനെ ചുമന്ന അതിന്റെ നിയന്ത്രണം. അപ്പൊ അതിന്റെ മുമ്പോ അതുകൊണ്ട് മൊയ്തീൻ മാല പറ്റൂല എന്ന് പറയുന്ന വളരെ എന്താ പറയാ ശോചനീയമായ ഒരവസ്ഥാവിശേഷം സംജാതമാവല്ലാഹു നമ്മള് അത്തരം എന്താ പറയാ നിർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു കാത്തു സലാമത്താക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം. അപ്പൊ നമുക്ക് ഈ മഹാന്മാരോടുള്ള ബന്ധത്തിലൂടെ നമുക്കിത്തരം ലക്ഷ്യങ്ങൾ വേണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാത്ത ഷാദുലി ഇഖ്വാനികൾ ഉണ്ടാവാൻ പാടില്ല. ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ക്ഷമിക്കണമെന്ന് ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ സംബന്ധിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞും പരസ്യമായും രഹസ്യമായും ഒക്കെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാവരും